വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കൃഷിമന്ത്രി സുനിൽകുമാറും സംഘവും പറന്നു നടന്ന് കൊയ്തു കൂട്ടുകയാണ്. ഇത്തവണ മെത്രാൻ കായലിലായിരുന്നു കൊയ്ത്തുത്സവം. കേരളത്തിന്റെ സാമൂഹിക വികസന ചരിത്രത്തിൽ പറഞ്ഞതെല്ലാം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവരക്കാരായ രണ്ടു മന്ത്രിമാർ, സാമ്പത്തിക രംഗത്ത് കേരളത്തിന് പുത്തൻ ഉണർവുണ്ടാക്കിയ കേരളത്തിന്റെ പ്രിയങ്കരനായ ധനകാര്യമന്ത്രി കൊയ്യാനുള്ള ആളുകൾ അവിടെ തൊട്ട് പടിഞ്ഞാറ് വശമുള്ള സ്ഥലത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ അരുമക്കിളിയെ നേരോ നേരോ വെറുതെ പുരുതം പറയാതെ നമ്മൾ കൊയ്യും വയലുകൾ ജന്മിത്തമ്പ്രാക്കളുടേതല്ലേ അല്ലെന്നേ അല്ലെന്നേ അല്ലല്ലല്ലേ അല്ലെന്നേ അല്ലെന്നേ അല്ലല്ലല്ലേ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ അരുമക്കിളിയെ നേരോ നേരോ വെറുതെ പുരുതം പറയാതെ വിത്തു വിതച്ചതു നാമല്ലേ, വിള കാത്തു കിടന്നതു നാമല്ലേ, വിത്തു വിതച്ചതു നാമല്ലേ, വിള കാത്തു കിടന്നതു നാമല്ലേ, പത്തരമേനി വിളഞ്ഞില്ലേ, പുതുകറ്റകൾ കൊയ്തു മെതിക്കാനും ഒത്തുമടച്ചില്ലേ, നാം നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ അരുമക്കിളിയെ നേരോ നേരോ വെറുതെ പുരുതം പറയാതെ എന്റെ ചെരുപ്പോടി എടുത്തിട്ട് കിട്ടില്ല ചെരുപ്പ് ഇവിടെ കിട്ടുന്ന ചെരുപ്പല്ല. കിഴക്കേ മാനച്ചു വന്നു അങ്ങ് കിഴക്കേ മാനച്ചു വന്നു കിഴക്കേ മാനച്ചു വന്നു അങ്ങ് കിഴക്കേ മാനച്ചു വന്നു. കൃഷിമന്ത്രി വെറുമൊരു രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ സാധിക്കുന്നത്. അടിസ്ഥാനപരമായി
സുനിൽകുമാർ ഒരു ദാർശനികനാണ്. ഇരുണ്ട കോണിലിരുന്ന് ആരെയാണ് നീ ആരാധിക്കുന്നത്? കണ്ണു തുറന്നു നോക്കിയാൽ കാണാം ദൈവം അവിടെയൊന്നുമില്ലെന്ന്. അവൻ ഇവിടെയുണ്ട്, കർഷകർക്കൊപ്പം നിലമുഴുതുകൊണ്ട്, പാറ പൊട്ടിച്ചുകൊണ്ട്, മഴയിലും വെയിലിലും പൊടിയണിഞ്ഞ ഉടുവസ്ത്രവുമായി അവൻ അവരോടൊപ്പമുണ്ട്. ഇത് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോറാണ്. കൃഷിക്കാരെ പറ്റി പറഞ്ഞതാണ്. ദൈവത്തെ നോക്കാൻ വേണ്ടി, ദൈവത്തെ കാണാൻ, ആരാധിക്കാൻ വേണ്ടി നീ അമ്പലത്തിൽ പോകണ്ട. അത് കൃഷി ചെയ്യുന്ന, പാടത്തും പറമ്പിലും ചെയ്യുന്ന കർഷകന്റെ ഒപ്പമാണ് ദൈവം എന്ന് പറഞ്ഞ രവീന്ദ്രനാഥ ടാഗോർ ജീവിച്ച മണ്ണാണ് ഭാരതം. സുനിൽകുമാർ രവീന്ദ്രനാഥ ടാഗോറിനെ പിന്തുടർന്ന് ദൈവത്തെ കണ്ടെത്തി എന്ന് കരുതി എല്ലാ യുക്തിവാദികളും ആ വഴി പോയിട്ടില്ല കേട്ടോ. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ഈ ടാഗോറിന്റെ കവിതയെക്കുറിച്ച് കർഷകനാണ് ദൈവം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിചാരം നല്ലതാണ്. പക്ഷെ ദൈവം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തെ പറ്റി ജെറാൾഡ് റൂഡ് എന്ന് പറയുന്ന തത്വചിന്തകൻ പറഞ്ഞത് ഞാൻ ആ സമയത്ത് ആലോചിച്ചു പോയി. അദ്ദേഹം പറഞ്ഞത് ദൈവമുണ്ടോ എന്നെനിക്കറിയില്ല, ഇല്ലാതിരിക്കുന്നതാണ് ദൈവത്തിന്റെ അന്തസ്സിന് ഏറ്റവും നല്ലത്. ഞാൻ പറഞ്ഞല്ല, ഒന്നുകൂടെ പറയാം. ദൈവമുണ്ടോ എന്നെനിക്കറിയില്ല, ഇല്ലാതിരിക്കുന്നതാണ് ദൈവത്തിന്റെ അന്തസ്സിന് ഏറ്റവും നല്ലത്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എത്യോപ്യയിലും സോമാലിയയിലും എല്ലാ സ്ഥലത്തും ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും തീവ്രവാദവും യുദ്ധവും കൊലപാതകവും ഒക്കെ ഉണ്ട്. നമ്മുടെ മതമടക്കം ആളുകൾ പറയുന്നത്, മതം എന്ന് പറയുന്നത് മനുഷ്യ കുലത്തിന്റെ ആജന്മ ശത്രുവാണ്. മതത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ ഒരു യുദ്ധത്തിലും കൊല്ലപ്പെട്ടിട്ടില്ല. മതമില്ലായിരുന്നെങ്കിൽ ശാസ്ത്രം 1000 വർഷം മുമ്പിലെത്തിയേനെ. മതം എന്ന് പറയുന്നത് മനുഷ്യനുണ്ടാക്കിയതാണ്, ദൈവം മനുഷ്യനുണ്ടാക്കിയതാണ്. എല്ലാം അങ്ങനെ തന്നെ ആവാനേ സാധ്യതയുള്ളൂ. അതെല്ലാം വെടിഞ്ഞ് ആഗോളതലത്തിൽ ഒരു വലിയ ആഗോള മനുഷ്യനാവാനുള്ള മനസ്സ്, അപ്പൊ അതിൽ കൃഷിയൊക്കെ പെടും. പിന്നെ പറയാൻ വിചാരിച്ചെല്ലാം മറന്നുപോയി. നിങ്ങൾക്കും ഏതാണ്ടും മതിയായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത കൃഷിക്കും ഞാൻ വരാം. അപ്പൊ പോയിന്റ്സ് ഒക്കെ കുറിച്ചിട്ട് വരാം, വിശദമായി സംസാരിക്കാം. ദൈവമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കുന്നത് നല്ലതാണ്. അതിന് ജെറാൾഡ് റൂഡിനെ ധ്യാനിച്ചാലും മതി. ഏതായാലും പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. ധ്യാനിക്കാൻ തന്നെ.